ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 61. വിപ്രപജ്ഞാനുഗ്രഹം. തതശ്ച വൃന്ദാവനദോദിദൂരദോ വനംഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തദരദ്ദിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. ഗോപിമാരെ അനുഗ്രഹിച്ചതിനു ശേഷം അങ്ങ് ഭക്തകുല മൗലീമണികളായ ബ്രാഹ്മണപത്നിമാരുടെ സംഘത്തെ അനുഗ്രഹിക്കാനുള്ള ഉദ്ദേശത്തോടെ ഗോപന്മാരും ഗോസമൂഹങ്ങളുമൊത്ത് വൃന്ദാവനത്തിൽ നിന്നും ബഹുദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വനപ്രദേശത്തേക്ക് പോയി. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം ദൃശാകുലം അദൂരദോ യജ്ഞപരാന്തിജാൻ പ്രതി വ്യസർജയോതി ദിവ്യാജനായതാൻ. യാതൊരു ശരണവുമില്ലാത്ത ആ വനത്തിൽ വെച്ച് സഹഗാമികളായ ഗോപാലബാലകർ വിശപ്പും ദാഹവും മൂലം തളർന്നുപോയി. അവരുടെ അവശത കണ്ട് അങ്ങ് അവരെ അല്പമകലെയായി അതിശ്രദ്ധയോടെ യാഗമനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ബ്രാഹ്മണരുടെ അരികിലേക്ക് ചോറ് ചോദിച്ച് വാങ്ങുവാൻ നിയോഗിച്ചു. ഗദേശദോ ദേശിഭിദായ ദേഭിദാം കുമാരകേശോദയയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അഭ്യഭിനന്യൊരു ശ്രുതിം ന കിഞ്ചിദുശ്ചുഞ്ചു മഹീസുരോത്തമാ. ഹേ പ്രഭോ, അന്നം യാചിക്കുവാൻ പോയ കുമാരന്മാർ അങ്ങയുടെ നാമം പറഞ്ഞ് ചോറ് യാചിച്ചപ്പോൾ സർവശ്രേഷ്ഠരെന്ന് അഭിമാനിക്കുന്ന ബ്രാഹ്മണർ അതു കേട്ടിട്ടും കേട്ടില്ലെന്നു നടിച്ചു. അവർ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. അനാദരാൽ ഖിന്നധിയോ ഹി ബാലക സമായയുർയുക്തമിദം ഹി യജ്ജസു ചിരാദഭക്താ ഖലു തേ മഹീസുര കഥം ഹി ഭക്തൻ ദ്വൈതൈ സമർപ്യതേ. തങ്ങളുടെ യാചന അനാദരിക്കപ്പെട്ടതുകൊണ്ട് ഖിന്നരായി ബാലകന്മാർ മടങ്ങിപ്പോന്നു. കർമ്മനിഷ്ഠരായ ബ്രാഹ്മണന്മാർക്ക് ചേർന്നതു തന്നെയാണ് അവർ ചെയ്തത്. കർമ്മനിരതരായിരിക്കയാൽ അവർ വളരെ കാലമായി ഭക്തിയില്ലാത്തവരാണല്ലോ. അതുകൊണ്ട് അവർ എങ്ങനെ അങ്ങയ്ക്ക് അന്നമർപ്പിക്കും? നിവേദയത്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേദാരഗാദാരജനം യയാചിരേ. ബ്രാഹ്മണപത്നിമാരോട് എൻ്റെ പേരിൽ അന്നം യാചിക്കുവിൻ, കരുണാമയികളായ അവർ നിശ്ചയമായും നൽകും എന്നീ പ്രകാരം മന്ദസ്മൃതാർദ്രതയോടുകൂടി അങ്ങ് പറഞ്ഞപ്പോൾ ഗോപാലബാലകന്മാർ ബ്രാഹ്മണ സ്ത്രീകളുടെ അരികിൽ ചെന്ന് അന്നം യാചിച്ചു. ഗൃഹീതനാംനീ ത്വയി സംഭ്രമാകുലാചതുർവിധം ഭോജരസം പ്രഗൃഹ്യതാ ചിരന്തൃതസ്ത്വൽപ്രവിലോകനാഗ്രഹാ സ്വകൈർനിരുദ്ധ അഭിതൂർണമായയൂ. അങ്ങയുടെ നാമം കേട്ടയുടനെ ചിരകാലമായി അങ്ങയെ ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ സ്ത്രീകൾ പരിഭ്രാന്തിയാൽ വിവശരായി ചതുർവിധ വിഭവങ്ങളടങ്ങിയ സ്വാദിഷ്ട ഭോജ്യങ്ങളെടുത്ത് ഭർത്താക്കന്മാരുടെ നിഷേധത്തെ മാനിക്കാതെ വേഗത്തിൽ അവർ അങ്ങയുടെ അരികിലെത്തി. വിലോലപിഞ്ചം ജിഗുരേ കപോലയോ സമുല്ലസൽകുണ്ടലമാദ്രമീക്ഷിതേ
നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാ. കേശഭാരത്തിലിളകുന്ന മയിൽപ്പീലി ചൂടിയും കവിളുകളിൽ പ്രതിബിംബിക്കുമാറ് പ്രഭാപൂരിതമായ കുണ്ടലങ്ങളണിഞ്ഞും നേത്രങ്ങളിൽ സ്നേഹാർദ്രത വഴിഞ്ഞും സ്നേഹിതനായ ഗോപബാലകൻ്റെ തോളിൽ വലങ്കൈ അർപ്പിച്ചും സ്ഥിതി ചെയ്യുന്ന അങ്ങയെ ആ ബ്രാഹ്മണ പത്നിമാർ ഭക്തിപൂർവം സമാലോകനം ചെയ്തു. തഥാ ച കാചിത്തുതുഭാഗമോദ്യത ഗൃഹീതഹസ്താദൈതേന യജ്വന തദൈവ സംചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമഹോ കൃത്യന്യസൗ. അങ്ങയുടെ സന്നിധാനത്തിലെത്താൻ ഉദ്യമിച്ച ഒരു ബ്രാഹ്മണവധു യാഗം ചെയ്യുന്ന സ്വഭർത്താവിനാൽ കൈക്ക് പിടിച്ച് തടയപ്പെട്ടപ്പോൾ അവൾ അങ്ങയെ ധ്യാനിക്കുകയും പെട്ടെന്ന് സായുജ്യമാർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അത്ഭുതം! അവൾ പുണ്യവതി തന്നെ. ആദായ ഭോജ്യാനനുഗൃഹ്യതാ പുനസ്ത്വതംഗസംഗസ്പൃഹയോജ്യധീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്തഭർത്തൃന്നഭിതാസ്വഗർഹണാൻ. ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ഭക്ഷണപദാർത്ഥങ്ങൾ അങ്ങ് ആദരവോടെ സ്വീകരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങയുടെ ശരീരസ്പർശനത്തിലുള്ള അഭിലാഷത്താൽ ഭർത്താവിനെയും ഗൃഹത്തെയും ഉപേക്ഷിച്ചവരാണ് അവരെന്ന് മനസ്സിലാക്കിയ അങ്ങ് അവരെ യജ്ഞത്തിനു വേണ്ടി തിരിച്ചയക്കുകയും ഭർത്താക്കന്മാർക്ക് ദോഷചിന്തയില്ലാതാക്കുകയും ചെയ്തു. നിരൂപ്യദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വസ്ത്വമഭിഷ്ഠുതോ ദ്വിജൈർമരുൽപുരാധീശ നിരുന്തി മേഘദാൻ. പത്നിമാർ മടങ്ങിയെത്തുകയും യജ്ഞം സമാപ്തമാക്കുകയും ചെയ്തതിനു ശേഷം ബ്രാഹ്മണ പുരുഷന്മാർ നിരന്തര ചിന്ത ചെയ്ത് തത്വപ്രബുദ്ധത നേടി തങ്ങളുടെ ദോഷവും പത്നിമാരുടെ കൃഷ്ണഭക്തിയും കണ്ടറിഞ്ഞ് അപരാധബോധത്താൽ അങ്ങയെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.